ഇപ്പൊ എവിടെ നോക്കിയാലും കോക്രോച്ച് ജനതാ പാർട്ടിയുടെ വിജയത്തിനെ കുറിച്ചുള്ള അപദാനങ്ങളും വാഴ്ത്തുമൊഴികളും ഒക്കെയാണ്. നമ്മളുടെ ചാനലുകൾ തുറന്നാൽ അതാണ്, നമ്മളുടെ സോഷ്യൽ മീഡിയ തുറന്നാൽ അതാണ്, നമ്മളുടെ പത്രങ്ങൾ തുറന്നാൽ അതാണ്, അവരുടെ എഡിറ്റോറിയൽ ഉൾപ്പെടെ ഫുള്ള് ഇതിനെക്കുറിച്ചാണ്. അപ്പോൾ ഇത് ഒരു പാർട്ടിയായിട്ട് മാറുമോ? അപ്പോൾ പാർട്ടിയായിട്ട് മാറാതെ ഇതിൻ്റെ ഫൗണ്ടറായ അഭിജിത്ത് ദീപ്കെ ഇനി വേറെ ഏതെങ്കിലും പാർട്ടിയിൽ ചേർന്ന് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് പാർലമെന്റിലേക്ക് എത്തുമോ? ഇങ്ങനെയൊക്കെയുള്ള ഒരു ഡിസ്കഷൻ നടക്കുന്നുണ്ട്. ഇന്ന് മനോരമയുടെ ഫേസ്ബുക്ക് പേജിൽ ഞാൻ ഇത്തരത്തിൽ അഭിജിത്ത് ദീപ്കെ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ചേർന്ന് മത്സരിച്ച് പാർലമെന്റിൽ എത്തും എന്നൊക്കെ പറഞ്ഞ് ഒരു ഒരു ന്യൂസ് ആർട്ടിക്കിൾ പോലെ ഒരെണ്ണം കണ്ടു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന സംഭവം ഒരു പാർട്ടിയായിട്ട് മാറാൻ വലിയ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. കാരണം ഇതൊരു ആൾക്കൂട്ടം മാത്രമാണ്. ഒരു ഫൗണ്ടർ എന്ന് പറയുന്ന ഒരു ആ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൻ്റെ ഫൗണ്ടർ അഭിജിത്ത് ദീപ്കെ ആണെങ്കിലും ഇതിൽ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഉള്ള ഒരുപാട് ആൾക്കാരുള്ള ഒരു കൂട്ടമാണ്. അത് പാർട്ടിയാക്കി മാറ്റുക അത്ര എളുപ്പമല്ല. പക്ഷേ ഇതിൻ്റെ ബാക്കിൽ നിന്ന് ആരെങ്കിലും ചരട് വലിച്ചാൽ, അവർക്ക് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ചില തന്ത്രശാലികൾ ഇതിൻ്റെ ബാക്കിൽ പ്രവർത്തിച്ചാൽ അവർക്കൊരു പാർട്ടിയായിട്ട് മാറാൻ പറ്റും. പക്ഷേ ഇൻ കേസ് പാർട്ടിയായിട്ട് മാറിയാൽ അതിൻ്റെ ഏറ്റവും വലിയ ദോഷം ആർക്കാണ് ഉണ്ടാവാൻ പോകണമെന്ന് വെച്ചാൽ ഇവിടുത്തെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പ്രതിപക്ഷ പാർട്ടിക്കാർക്ക് യാതൊരു സംശയവുമില്ല. കാരണം നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഈ പറഞ്ഞ സംഭവം, ഈ ഒരു പ്രൊട്ടസ്റ്റ് നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ ആരും മൈൻഡ് ചെയ്ത പോലും ഇല്ല. പ്രതിപക്ഷ പാർട്ടികളെ ആരും മൈൻഡ് ചെയ്തില്ല. അതായത് ഈ കോക്രോച്ച് പാർട്ടിക്ക് മാത്രമായിരുന്നു ഫുൾ മീഡിയ അറ്റൻഷൻ കിട്ടിയത്. ഇതിന് ആദ്യം സപ്പോർട്ട് കൊടുക്കാൻ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ തയ്യാറായതുമില്ല. കാരണം എന്താ? പ്രതിപക്ഷ നേതാക്കൾ തയ്യാറാവാഞ്ഞതിന് കാരണം ഇതിലേക്ക് വന്ന് ചാടിക്കൊടുത്താൽ ആം ആദ്മി പാർട്ടിയെ പോലെ ഭാവിയിൽ നമുക്കായിരിക്കും അടി കിട്ടാൻ പോണ എന്നൊരു വ്യക്തമായ തോന്നൽ പ്രതിപക്ഷത്തിന് മനസ്സിലുണ്ടായിരുന്നു. ആം ആദ്മി പാർട്ടി എങ്ങനെയാണ് വന്നതെന്ന് എല്ലാവർക്കും അറിയാം. അന്നാ ഹസാരയുടെ ആൻറ്റി കറപ്ഷൻ മൂവ്മെൻ്റായ ഇന്ത്യ അഗേൻസ്റ്റ് കറപ്ഷൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ച അരവിന്ദ് കെജ്രിവാളും കിരൺ ബേഡിയും യോഗേന്ദ്ര യാദവും മനീഷ് സിസോദിയൊക്കെ ചേർന്ന് ഒരു പൊളിറ്റിക്കൽ പാർട്ടി രൂപം കൊടുക്കുകയാണ്. എന്നിട്ട് ആ പൊളിറ്റിക്കൽ പാർട്ടി ആരുടെ അടിവേര അർത്ഥത്തിൽ കോൺഗ്രസിൻ്റെയാണ്. കാരണം കോൺഗ്രസിന് ഡൽഹിയിൽ ഭയങ്കര പ്രതാപം ഉണ്ടായിരുന്നതാണ്. തുടർച്ചയായിട്ട് 3 തവണ ചീഫ് മിനിസ്റ്ററായിട്ട് അധികാരത്തിലിരിക്കുമായിരുന്നു ഷീലാ ദീക്ഷിത്. ആ ഷീലാ ദീക്ഷിത്തിനെതിരെ അഴിമതി ആരോപണം ഉയർത്തിക്കൊണ്ടാണ് ആം ആദ്മി പാർട്ടി ഡൽഹിയിലെ തെരുവുകളെ സംഘർഷഭരിതമാക്കുന്നത്. അവസാന അതിനുശേഷം വരുന്ന ഇലക്ഷനിൽ ഷീലാ ദീക്ഷിത്തിനെ തന്നെ തോപ്പിക്കുന്നു അരവിന്ദ് കെജ്രിവാൾ. എന്നിട്ട് പാർട്ടി അവിടെ ഭരണം പിടിച്ചെടുക്കുന്നു. അപ്പം അതിനുശേഷം ഇന്ന് വരെ കോൺഗ്രസ് പാർട്ടിക്ക് ഈ ഡൽഹിയിൽ സത്യത്തിൽ ലോക്സഭയിലൊക്കെ 0 സീറ്റ്സാണ് അവർ വിൻ ചെയ്യുന്നത്. നിയമസഭയിലും എനിക്ക് തോന്നുന്നു സീറ്റ്സ് ഒന്നും ഇതുവരെയും വിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. ലാസ്റ്റ് നിയമസഭ ഇലക്ഷനിലെങ്ങാനും സീറ്റ് ഉണ്ടെങ്കിലേ ഉള്ളൂ. അല്ലാതെ അവർക്ക് കഴിഞ്ഞ തുടർച്ചയായിട്ട് 3 ഇലക്ഷനിൽ അവർക്ക് 0 സീറ്റ്സ് ആണെന്നാണ് എൻ്റെ ഓർമ്മ. ഇനി പഞ്ചാബിലേക്ക് പോയാലോ? പഞ്ചാബിൽ കോൺഗ്രസിന്റെ പ്രതാപമായിരുന്നു. BJPക്ക് ശക്തമായിട്ടുള്ള വേര് ആഴ്ത്താൻ പറ്റാഞ്ഞ ഒരേ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് ആയിരുന്നു പഞ്ചാബ് എന്ന് പറഞ്ഞത്. പക്ഷെ ആ പഞ്ചാബിൽ ഈ BJPയുടെ സ്ഥാനത്ത്, BJP വളരേണ്ട സ്ഥാനത്ത് അവിടെ ആര് വളർന്നു എന്ന് വെച്ചാൽ ആം ആദ്മി പാർട്ടി വളർന്നു. എന്നിട്ട് കോൺഗ്രസിന് അവിടെ അധികാരത്തിൽ നിന്ന് ഡിസ്ലോഡ് ചെയ്തു. അപ്പൊ അവിടെ കോൺഗ്രസിന്റെ അധികാരം ഇല്ലാതാക്കിയത് വീണ്ടും ആം ആദ്മി പാർട്ടിയാണ്. ഇപ്പൊ അവിടെ ആം ആദ്മി പാർട്ടിക്ക് ചെറിയ തളർച്ച സംഭവിക്കുന്നുണ്ട്. ആ ഗ്യാപ്പിൽ അവിടെ വീണ്ടും BJP വളരാൻ ശ്രമിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് അവര് ആം ആദ്മി പാർട്ടിയിൽ കുറെ MP-മാരെയൊക്കെ ഇപ്പൊ ചാടിച്ച് അവരെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നത്, ഹർഭജൻ സിംഗിനെയൊക്കെ ഉൾപ്പെടെ. അപ്പം പഞ്ചാബിലും കോൺഗ്രസിന്റെ തളർച്ചയ്ക്കാണ് ആം ആദ്മി പാർട്ടി കാരണമായത്. ഇനി മറ്റു സ്റ്റേറ്റുകൾ നോക്കുകയാണെങ്കിൽ ഗുജറാത്തിൽ എന്നും ഭരണം പിടിക്കുന്നത് BJP ആണെങ്കിലും അവിടെ നല്ല ശക്തമായിട്ടുള്ള 40% അടുപ്പിച്ചുള്ള വോട്ട് ശതമാനമുള്ള ഒരു പ്രതിപക്ഷ പാർട്ടിയായിരുന്നു കോൺഗ്രസ്. പക്ഷേ ആം ആദ്മി പാർട്ടി വന്നതിന് ശേഷം പല മേഖലകളിൽ കോൺഗ്രസിന്റെ വോട്ട് ഈ പറഞ്ഞ ആം ആദ്മി പാർട്ടി കൊണ്ടുപോയി. ഇത് തന്നെയാണ് ഗോവയിൽ സംഭവിച്ചതും. അങ്ങനെ പല സ്റ്റേറ്റുകളിലും കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് ആം ആദ്മി പാർട്ടി കൊണ്ടുപോവുകയാണ് ചെയ്തത്. അപ്പൊ ആം ആദ്മി പാർട്ടി എന്നുള്ള പുതിയൊരു പാർട്ടി ഉദയം ചെയ്തത് പ്രതിപക്ഷത്തിലെ കോൺഗ്രസിന്റെ സ്പേസ് ആണ് അവർ കുറെ സ്ഥലങ്ങളിലെങ്കിലും അത് അവരുടേതാക്കി മാറ്റിയത്. അപ്പൊ ഈ ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് സോണിയാഗാന്ധി ആവശ്യപ്പെട്ടിട്ട് പോലും കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രക്ഷോഭ വേദിയിൽ ജന്തർ മന്ദറിലൊന്നും പോകാതിരുന്നത്. പക്ഷെ അവസാനമായവർക്ക് മനസ്സിലായി ഈ പറഞ്ഞ നമ്മളുടെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക, നീറ്റ് എക്സാം പറഞ്ഞ അതിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് കൊണ്ടുണ്ടായ പ്രശ്നങ്ങളുടെ പരിഹാരം ഒക്കെ ഉണ്ടായാൽ അതിന്റെ ഫുൾ ക്രെഡിറ്റും കോക്രോച്ച് ജനതാ പാർട്ടിക്ക് പോകുന്നു. അപ്പൊ ഇത് മനസ്സിലാക്കിയിട്ടാണ് 21 ദിവസം വിദേശത്തായിരുന്ന രാഹുൽ ഗാന്ധി തിരിച്ചു വന്നിട്ട് പെട്ടെന്ന് ആദ്യം പ്രധാനമന്ത്രിയുടെ വസതിയിൽ 7 ലോക് കല്യാൺ മാർഗിൽ വലിയ പ്രൊട്ടസ്റ്റ് ഒക്കെ സംഘടിപ്പിച്ചു. എന്നിട്ട് അദ്ദേഹം പിന്നീട് കോൺഗ്രസിന്റെ MP-മാരെല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് മാധ്യമ ശ്രദ്ധ അവിടെ നേടുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് സപ്പോർട്ട് പ്രഖ്യാപിക്കുക, അവർക്ക് അനുകൂലമായിട്ട് തുടർച്ചയായിട്ട് പ്രസ്താവനകൾ കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും ഇറക്കുകയും പവൻ ഖേരയൊക്കെ പോലുള്ള കോൺഗ്രസിന്റെ നേതാക്കൾ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധം സംഘടിപ്പിച്ച വേദിയിലെത്തുകയും സോനം വാങ്ചുക്കിനെ കാണുകയൊക്കെ ചെയ്തു.
അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് പ്രതിപക്ഷത്തിന് പേടിയാണ്? കാരണം ഈ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് സപ്പോർട്ട് കൊടുത്താൽ വേറൊരു ആം ആദ്മി പാർട്ടിയായിട്ട് അവർ മാറും എന്നുള്ളതാണ് അവരുടെ പേടി. അങ്ങനെ പേടിച്ചിട്ട് ഒരു കാര്യമില്ല. യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ കോക്രോച്ച് ജനതാ പാർട്ടി ഇനിയൊരു പാർട്ടിയായിട്ട് മാറിയാൽ പ്രതിപക്ഷത്തിന് തന്നെയാണ് നഷ്ടം ഉണ്ടാകുമ്പോൾ. കാര്യം എന്താ? ആന്റി ബി ജെ പി വോട്ടുകൾ ഇന്ത്യയിൽ ഒരുപാടുണ്ടല്ലോ. ഈ ആന്റി ബി ജെ പി വോട്ടുകൾക്ക് ഒരു അവകാശം കൂടെ വരിക. കോൺഗ്രസ് ഒരു അവകാശിയാണ്, പല സംസ്ഥാനങ്ങളിൽ വേറെ ചില അവകാശികളുണ്ട്. ഇപ്പോൾ UP-യിൽ അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടിയുണ്ട്, ബീഹാറിൽ രാഷ്ട്രീയ ജനതാദളുണ്ട്, അതുപോലെ പിന്നീട് ആം ആദ്മി പാർട്ടി പഞ്ചാബിലുണ്ട്, ഇപ്പൊ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലേക്ക് വന്ന വിജയുടെ പാർട്ടിയുണ്ട്, DMK ഉണ്ട്, കേരളത്തില് CPM ഉണ്ട്. അങ്ങനെ ആന്റി ബി ജെ പി പാർട്ടികളുടെ വോട്ട്, BJP വിരുദ്ധ വോട്ടുകൾ കളക്ട് ചെയ്യാൻ ഇങ്ങനെ കുറെ പാർട്ടികളുണ്ട്. പക്ഷേ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ വരുമ്പോൾ എന്താണ്? അവർക്ക് BJPയുടെ വോട്ടല്ലല്ലോ കിട്ടാൻ പോണ, അവർക്ക് ഈ പറഞ്ഞ BJPക്ക് എതിരായിട്ട് പോകുന്ന വോട്ടുകളാണ് കിട്ടേണ്ടത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ വോട്ടുകൾ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യപ്പെടും. പ്രത്യേകിച്ച് ജെൻസിയുടെ വോട്ടുകളാണ് ഇപ്പോൾ ഓരോ ഇലക്ഷനിൽ ഇനിയിപ്പോൾ നിർണായകമാകാൻ പോകണം. പിന്നെ സ്ത്രീകളുടെ വോട്ടുകൾ, ഈ സ്ത്രീകളുടെ വോട്ടുകൾ വലിയൊരു ഭാഗം ഇപ്പോഴും BJPക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത ഇലക്ഷനുകളിൽ അതെങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കിക്കണ്ടറിയണം. ഇനിയിപ്പോൾ വരാൻ പോകുന്ന മേജർ ഇലക്ഷൻ എന്ന് പറയുന്നത് ഉത്തർപ്രദേശ് ഇലക്ഷനാണ്. ഉത്തർപ്രദേശ് ഇലക്ഷനും ഇപ്പോൾ പഞ്ചാബ് ഇലക്ഷൻ നടക്കും. അപ്പോൾ ഈ ഉത്തർപ്രദേശ് ഇലക്ഷനിലും പഞ്ചാബ് ഇലക്ഷനിലും ഒക്കെ സ്ത്രീകളുടെ വോട്ടും ഈ ജെൻസികളുടെ വോട്ടൊക്കെ എങ്ങനെയാണ് BJPക്കോ പ്രതിപക്ഷ പാർട്ടികൾക്കോ ഒക്കെ ഇടയിൽ ഡിവൈഡ് ചെയ്യപ്പെടുന്നത് നമുക്ക് പരിശോധിച്ചാൽ ഇതിൻ്റെയൊക്കെ ഒരു ഇമ്പാക്ട് മനസ്സിലാവുള്ളൂ. എന്തായാലും ജെൻസിയുടെ വോട്ട് കോക്രോച്ച് ജനതാ പാർട്ടി കൊണ്ടുപോയാൽ, അങ്ങനെ ഒരു പാർട്ടി വന്നാലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്, കൊണ്ടുപോയാൽ അതിന്റെ ഏറ്റവും വലിയ ദോഷം മുഖ്യ പ്രതിപക്ഷ കക്ഷിയായിട്ടുള്ള കോൺഗ്രസിന് തന്നെയായിരിക്കും. ആം ആദ്മി പാർട്ടി വന്നപ്പോൾ ഉണ്ടായ അതേ പ്രശ്നം ഈ പറഞ്ഞ CJP കോക്രോച്ച് ജനതാ പാർട്ടി കൊണ്ടും കോൺഗ്രസ് ഉണ്ടാവും. ഇത് വേറെ ആരെക്കാളും നന്നായിട്ട് കോൺഗ്രസ്സുകാർക്ക് തന്നെ അറിയാം, പ്രതിപക്ഷ പാർട്ടികൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ മീഡിയ അതൊരിക്കലും അങ്ങനെ പിന്നീട് വളരെ വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയിട്ടില്ല. പക്ഷെ അവർ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ കൂടുതൽ വരുമ്പോൾ ഇങ്ങനെ തന്നെ പറയുള്ളൂ. കാര്യം അങ്ങനെ സംഭവിക്കുകയുള്ളൂ. അപ്പൊ ആന്റി BJP വോട്ടുകൾ വീണ്ടും സ്പ്ലിറ്റ് ഉണ്ടാവുന്നുണ്ട്, അല്ലെ? ആന്റി BJP വോട്ടുകളിൽ വീണ്ടും സ്പ്ലിറ്റ് ഉണ്ടാകും. അപ്പൊ ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ ഇത് അറിഞ്ഞിട്ട്, ഇപ്പൊ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ, ഈ പറഞ്ഞ അവസാന നാളുകളിൽ, ഈ പ്രക്ഷോഭത്തിന്റെ അവസാന നാളുകളിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്ന ഒരു സമയമൊക്കെ ആകുമ്പോൾ BJPയുടെ പ്രതിനിധികളുമായിട്ട് ഡയറക്ട്ലി നമ്മളുടെ BJP മിനിസ്റ്റേഴ്സ്, NDAയുടെ മിനിസ്റ്റേഴ്സ് JP നദ്ദയും ജിതേന്ദ്ര സിംഗും ഒക്കെ ഒരു പ്രശ്നമില്ലാതെ ഡീൽ ചെയ്യാണ്. എന്നിട്ട് ലാസ്റ്റിൽ ധർമ്മേന്ദ്ര പ്രധാൻ റെസിഗ്നേഷൻ കൊടുക്കുന്ന ആ ഒരു സമയത്ത് ഇവർ ഒരുമിച്ചാണ് പത്രസമ്മേളനം നടത്തുന്നത്. ഒരു പ്രതിപക്ഷ പാർട്ടി അതിൻ്റെ ഏഴേലത്തെ അടുപ്പിച്ചില്ല. അപ്പം BJP അത് ബോധപൂർവം ചെയ്തതാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രതിപക്ഷത്തിന് കീഴടങ്ങിയെന്നല്ല, യുവതയ്ക്ക് കീഴടങ്ങി അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചു എന്നുള്ള രീതിയിൽ ഇത് അവസാനിപ്പിക്കാനായിരുന്നു അവർക്കും താല്പര്യം. അപ്പോൾ അവർക്ക് സത്യത്തിൽ ഇങ്ങനെ ഒരു പ്രതിപക്ഷ പാർട്ടികൾ പുതുതായിട്ട് ഉണ്ടാകുന്ന അവർക്ക് സന്തോഷമാണ്. ഇനിയിപ്പോൾ വേറെ ചില കാര്യങ്ങൾ എനിക്കിത് പറയാണ്ട്, ഇങ്ങനെ സംഭവിക്കുന്നില്ലെന്ന് കരുതിക്കോ. ഈ CJP പുതിയ പാർട്ടിയൊന്നും ആവുന്നില്ല. അഭിജിത്ത് ദീപ്കയും കൂടെ ഉണ്ടായിരുന്ന മറ്റ് പ്രമുഖരായിട്ടുള്ള കുറച്ച് CJPയിലെ ആൾക്കാരും ഒക്കെ കോൺഗ്രസിലോ മറ്റ് പ്രതിപക്ഷ പാർട്ടികളിലോ ചേർന്ന് കരുതിക്കോ. എങ്കിലും സംഭവിക്കാൻ പോകണം എന്താണെന്ന് വെച്ചാൽ അവരുടെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാവാനാ പോകണം. അതിന് ഞാൻ ഉദാഹരണങ്ങൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഉദാഹരണം ആയിട്ട് എനിക്ക് ആദ്യം പറയാൻ പറ്റുന്നത്, ഗുജറാത്തിൽ 2017 ഗുജറാത്ത് ഇലക്ഷൻ BJP തോക്കുമെന്ന് എല്ലാവരും കരുതുക. കാര്യം ഗുജറാത്തിലെ സകല ഹിന്ദു ജനവിഭാഗങ്ങളും BJPക്ക് എതിരാക്കാൻ വേണ്ടി 3 നേതാക്കന്മാർ അവിടെ ഉണ്ടാവുക. 3 പേര് സ്റ്റുഡൻസ് ആ ഒരു കാറ്റഗറിയിൽ നിന്ന് വരുന്ന ആൾക്കാരായിരുന്നു. ഹാർദിക് പട്ടേലാണ് ഒരാൾ, അവിടുത്തെ പട്ടേൽ ജനറൽ കാറ്റഗറിയാണ് പട്ടേലുകാർ. അപ്പോൾ ആ ജനറൽ കാറ്റഗറി പട്ടേൽ വിഭാഗത്തിന്റെ യൂത്ത് ഐക്കണായിട്ട് ഇയാൾ വരുന്നു, ഹാർദിക് പട്ടേൽ. അതിനുശേഷം അൽപേഷ് താക്കൂർ എന്ന് പറയുന്ന ഒരാൾ OBC യൂത്തിന്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് വരുന്നു. ജിഗ്നേഷ് മേവാനി എന്ന് പറയുന്ന ഒരാൾ SC ദളിത് യൂത്തിന്റെ ഐക്കണായിട്ട് വരുന്നു. ഈ 3 പേരും കൂടെ കാടടച്ച് പ്രചരണം നടത്തും BJPക്കെതിരെ. അവസാനം BJP കോൺഗ്രസ് തമ്മിൽ അവിടെ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഒരു 10-15 സീറ്റിന്റെ ഡിഫറൻസിലാണ് BJP അവിടെ കഷ്ടിച്ച് ഒരു ഫോട്ടോ ഫിനിഷ് പോലെ രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇവർ 3 പേരും ഒരു മണ്ടത്തരം കാണിച്ചു. ഇവർ അവസാനം ഇതിൽ 2 പേര്, 2 അല്ല, എനിക്ക് തോന്നുന്നു 3 പേരും കോൺഗ്രസ് ചേരിയാണ്. ഹാർദിക് പട്ടേലും പോലെ അൽപേഷ് താക്കൂറും ജിഗ്നേഷ് മേവാനി. അവരുടെ രാഷ്ട്രീയ ഭാവി അതുകൊണ്ട് ഏതാണ്ട് അവിടെ തന്നെ തീർന്നു. പക്ഷെ എന്ത് സംഭവിച്ചതിന് ശേഷം എന്ന് വെച്ചാൽ ഇത് മനസ്സിലാക്കിയ ഹാർദിക് പട്ടേൽ പിന്നീട് BJP ചേർന്നു, അൽപേഷ് താക്കൂറും പിന്നീട് BJPയിൽ ചേർന്നു. ജിഗ്നേഷ് മേവാനി മാത്രം കോൺഗ്രസിൽ ഇപ്പോഴും തുടരുന്നു. പക്ഷെ അവരുടെ പേരുകൾ ആരെങ്കിലും ശ്രദ്ധിക്കുകയെങ്കിലും ചെയ്യുന്നുണ്ടോ? അതാണ് പ്രതിപക്ഷ പാർട്ടികളിൽ ചേർന്ന ഇതുപോലുള്ള തരംഗം സൃഷ്ടിച്ച യൂത്ത് ലീഡേഴ്സിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇത് ഒരു എക്സാമ്പിൾ. ഇനി നാഷണൽ ലെവലിൽ വലിയ തരംഗം സൃഷ്ടിച്ച 2 പേരുണ്ടായിരുന്നു, കനയ്യ കുമാറും ഷെഖല റഷീദും. ഇവരൊക്കെ എങ്ങനെയാണ് പ്രോമിനൻസിലേക്ക് വരുന്നത് വെച്ചാൽ 2016 അഫ്സൽ ഗുരുവിനെ തൂക്കിക്കൊല്ലുന്ന സമയത്ത് ഇതിനെതിരെ JNUവിൽ ഒരു പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ട്. ഈ പ്രൊട്ടസ്റ്റിൽ ആന്റി നാഷണൽ ആയിട്ടുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ചു എന്ന് പറഞ്ഞ് JNUവിന്റെ അന്നത്തെ സ്റ്റുഡന്റ് യൂണിയന്റെ ഹെഡായിരുന്ന കനയ്യ കുമാറിനെ BJP ഗവൺമെന്റ് അറസ്റ്റ് ചെയ്ത് രാജ്യദ്രോഹ കുറ്റം ചുമത്തി തിഹാർ ജയിലിൽ അടയ്ക്കും. ഷെഖല റഷീദിനെയും എനിക്ക് തോന്നുന്നു ഗുരുതരമായ ചാർജ് ചെയ്യുന്നുണ്ട്, പക്ഷെ ജയിലിലൊന്നും അടങ്ങിയതെന്ന് തോന്നുന്നു. അതിനുശേഷം കനയ്യകുമാർ വലിയൊരു ഹീറോ ആവുന്നു. അയാൾ അവിടെ നിന്ന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം അയാൾ ചെയ്യുന്ന CPIയിൽ ചേരും.
CPI ചേരുന്നതോടെ അയാൾ ഏതാണ്ടൊക്കെ ഫിനിഷ് ആവും. പിന്നെ ടോട്ടൽ മീഡിയ നറേറ്റീവ് തന്നെ കന്യാകുമാറിന്റെ അഗേൻസ്റ്റ് ആവും. പക്ഷേ അതിനുശേഷം പിന്നെ അയാളിപ്പോൾ കോൺഗ്രസ് ചേർന്നിട്ടും വലിയൊരു ഒരു ഓളം സൃഷ്ടിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. ഇതാണ് ഈ പറഞ്ഞ ഇത്തരത്തിലുള്ള യൂത്തിന്, ഇവരെല്ലാവരും അവരുടെ 20s ഉണ്ടായിരുന്ന യൂത്ത് ആയിരുന്നു. ഇപ്പോഴത്തെ അഭിജിത്ത് ദീപ്കയൊക്കെ പോലെ ഇവര് പ്രതിപക്ഷത്തിലെ ഏതെങ്കിലും പാർട്ടിയിൽ, എസ്പെഷ്യലി കോൺഗ്രസിലൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ അതോടുകൂടി അവരുടെ രാഷ്ട്രീയ ഭാവി അവിടെ അവസാനിക്കുകയാണ്. അവർ എവിടെയെങ്കിലും ഒരു ചോട്ട നേതാവായിട്ട് MLA ആയിട്ടോ MP ആയിട്ടോ അവർ തുടരുന്നതാണ്. ഇപ്പം ഈ പറഞ്ഞ പിന്നീട് ഹാർദിക് പട്ടേലിന്റെ കേസിൽ കണ്ടാലും, അൽപേഷ് താക്കൂറിന്റെ കേസിലെടുത്താലും, ജിഗ്നേഷ് മേവാനിയുടെ കേസിലെടുത്താലും, കനയ്യകുമാറിന്റെ കേസിലെടുത്താലും അങ്ങനെയാണ്. പിന്നെ ഷൈല റഷീദിന്റെ കാര്യമാണെങ്കിൽ ഷൈല റഷീദ് ഇപ്പൊ BJPയുടെ ഏറ്റവും വലിയ സപ്പോർട്ടർ. അവർ കാശ്മീരുകാരിയാണ്. കാശ്മീരിൽ BJP കൊണ്ടുവന്ന ആർട്ടിക്കിൾ 370 റിമൂവലും അതിനുശേഷം കാശ്മീരിൽ ഇപ്പം BJP നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കാശ്മീർ നയമൊക്കെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു യുവ നേതാവായിട്ട് ഷൈല റഷീദ് മാറി. ഇതാണ് ഈ പറഞ്ഞ തരംഗം സൃഷ്ടിച്ച, ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട യുവ നേതാക്കൾക്ക് സ്വന്തമായിട്ട് പാർട്ടിയൊന്നും ഉണ്ടാക്കാതെ അവർ മറ്റു പാർട്ടികളിൽ ചേർന്നപ്പോൾ സംഭവിച്ചത്. അത് തന്നെ കോക്രോച്ച് ജനതാ പാർട്ടിയിലെ ലീഡേഴ്സിന് സംഭവിക്കും. അവര് അഭിജിത്ത് ദീപ്കയോ അല്ലെങ്കിൽ അയാളെ കൂടെയുള്ള നേതാക്കന്മാരോ ഒക്കെ ഈ പുതിയ പാർട്ടി ഉണ്ടാക്കുന്നത് അപ്രായോഗികമാണ്, അല്ലെങ്കിൽ അതിനുള്ള പിന്നീട് സോഴ്സ് അവർക്കില്ല, അതിന് വേണ്ട ഒരു സംഘടനാ സംവിധാനം അവർക്കില്ല എന്ന് പറഞ്ഞ് ഏതെങ്കിലും പ്രതിപക്ഷ പാർട്ടികളിൽ പോയി ചേർന്നാൽ അതോടുകൂടി അവർ ഫിനിഷ്ഡ് ആണ്. ഞാൻ ഒരുപാട് എക്സാമ്പിൾസ് ആണ് പറഞ്ഞു. നേരെ മറിച്ച് ഒരു പാർട്ടി ഉണ്ടാക്കിയാൽ അതിൻ്റെ ഗുണം BJPക്ക് ആയിരിക്കും. അതിൻ്റെ ഗുണം BJPക്ക് ആയിരിക്കും ഞാൻ പറയുന്നതിൽ യാതൊരു സംശയമില്ല. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ്റെ ഭാഗമായിട്ട് ഉയർന്നു വന്ന ആം ആദ്മി പാർട്ടി ഇന്ത്യയിലൊരു 4-5 സംസ്ഥാനങ്ങളിലെങ്കിലും കോൺഗ്രസിന് സൃഷ്ടിച്ച ആഘാതം വളരെ വലുതാണ്. ഓൾമോസ്റ്റ് ഡൽഹിയിൽ അവരെ ഇല്ലാതാക്കി, അതുപോലെ പഞ്ചാബിൽ അവരെ ഭരണം ഇല്ലാതാക്കി, ഗുജറാത്തിൽ മുഖ്യ പ്രതിപക്ഷമായിരുന്ന കോൺഗ്രസിനെ പൊടിപോലും ഇല്ലാതാക്കി, ഗോവയിൽ കഴിഞ്ഞ കുറെ കാലമായിട്ട് അവർക്ക് ഭരണം ഇല്ലാതാക്കി. ഇതെല്ലാം ആം ആദ്മി പാർട്ടിയാണ്. CJP ഒരു പ്രതിപക്ഷ പാർട്ടി ആയാൽ, ഒരു പുതിയ പാർട്ടിയായിട്ട് വന്നിട്ട് അത് പ്രതിപക്ഷത്തെ ഒരു പാർട്ടിയായിട്ട് മാറിയാൽ ഈ കോൺഗ്രസിനായിരിക്കും ഏറ്റവും വലിയ ദോഷം. ഇനി അവർ CJPയിലെ നേതാക്കന്മാർ കോൺഗ്രസിലോ മറ്റേതൊരു പ്രതിപക്ഷ പാർട്ടിയിലോ ജോയിൻ ചെയ്താൽ അവർക്ക് കനയ്യകുമാറിൻ്റെയും ഹാർദിക് പട്ടേലിൻ്റെയും അൽപേഷ് താക്കൂറിൻ്റെയും ജിഗ്നേഷ് മേവാനിയുടെയൊക്കെ അവസ്ഥയായിരിക്കും വരാനും പോകുന്നത്. അപ്പം ഇതിൽ എങ്ങനെ നോക്കിയാലും ലാഭം എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ BJPക്കാണ്. പക്ഷേ BJPക്കും ഇത് വലിയൊരു ചലഞ്ചുണ്ട്. ഞാൻ BJPയെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരുന്നതല്ല എത്രയും നേരം. ഞാൻ ചില രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞാണ്. ഇപ്പം എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് പലരും കമൻറ്റ് ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എൻ്റെ സുഹൃത്തുക്കൾ തന്നെ ഇത് ഫേസ്ബുക്കിലൊക്കെ ഇടുമ്പോൾ ഞാനിങ്ങനെ BJPക്കാരനായിട്ട് സംസാരിക്കുന്നു. അപ്പം ഇപ്പോഴാണ് എൻ്റെ രാഷ്ട്രീയം മനസ്സിലായത്. ഞാൻ BJPക്കാരനായിട്ട് സംസാരിച്ചതല്ല. ഇതൊക്കെ ഞാൻ ഓരോ വീഡിയോയിലും പറഞ്ഞ യാഥാർത്ഥ്യങ്ങൾ മാത്രമാണ്. കഴിഞ്ഞ വീഡിയോസിലെല്ലാം പറഞ്ഞ യാഥാർത്ഥ്യമാണ്. ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. അത് ചിന്തിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. CJP പൊളിറ്റിക്കൽ പാർട്ടിയായ പ്രതിപക്ഷത്തിൻ്റെ വോട്ടുകൾ വീണ്ടും ഡിവൈഡ് ആവും. CJP നേതാക്കന്മാർ ഏതെങ്കിലും പാർട്ടികൾ ചേർന്ന് അവർക്ക് നേരത്തെ ഞാൻ പറഞ്ഞ കനയ്യകുമാറിൻ്റെയും അൽപേഷ് താക്കൂറിൻ്റെയും ജിഗ്നേഷ് മേവാനിയുടെ ഹാർദിക് പട്ടേലിൻ്റെ ഒക്കെ അവസ്ഥയുണ്ടാവുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല, ചിന്തിക്കുന്നവർക്ക് മനസ്സിലാവും. പക്ഷേ BJPക്കും വലിയ ചിന്തിക്കേണ്ട ഒരു വിഷയം ഇല്ലാത്തതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ CJP പോലുള്ള പ്രൊട്ടസ്റ്റുകൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രൊട്ടസ്റ്റിന് വേണ്ടി ഉണ്ടായ ഓൺലൈൻ കൂട്ടായ്മ, ഇവരൊക്കെ ജെൻസിയാണ്. ഈ ജെൻസി എന്ന് പറയുമ്പോൾ മോദി അധികാരത്തിൽ ഏറുമ്പോൾ ഒരു 10-12 വയസ്സ് മാത്രം ഉണ്ടായിരുന്ന പിള്ളേരാണ്, കൊച്ചുകുട്ടികളാണ്. അപ്പോൾ അവർക്ക് അതിനു മുമ്പുണ്ടായിരുന്ന കോൺഗ്രസ് ഗവൺമെൻറ്റുകളോ അതിനു മുമ്പുണ്ടായിരുന്ന മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെ ഗവൺമെൻറ്റുകളോ എത്തരത്തിലായിരുന്നൊന്നും അവർ ഇന്ത്യയിൽ നടത്തിയ കറപ്ഷനോ അല്ലെന്നുണ്ടെങ്കിൽ അവർ ഇന്ത്യയിൽ ഭരിക്കുന്ന സമയത്തുണ്ടായിരുന്ന പണപ്പെരുപ്പമോ അല്ലെങ്കിൽ അവർ ഇന്ത്യയിൽ ഭരിക്കുന്ന സമയത്തുണ്ടായിരുന്ന വികസനമില്ലായ്മയോ അല്ലെങ്കിൽ കുടുംബ ഭരണത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ടുണ്ടായ കൂട്ടുത്തരവാദിത്വം ഇല്ലായ്മയോ അക്കൗണ്ടബിലിറ്റി ഇല്ലായ്മയോ ഒന്നും അവർക്കറിയത്തില്ല. അവർ കണ്ടത് മുഴുവൻ മോദിയുടെ ഭരണമോ. 2014 തൊട്ട് 2026 വരെയുള്ള 12 വർഷക്കാലത്ത് അവർ ജീവിച്ചത് മോദിയുടെ ഭരണകാലഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് മുമ്പുള്ള മോശം കാലഘട്ടത്തിൻ്റെ കുറിച്ചുള്ള ഒരു അറിവുമില്ലാത്തവരാണ്. അവരിപ്പോൾ മോദിയുടെ ഭരണത്തിലെ കുറവുകളും കുറ്റങ്ങളും മാത്രമേ അവർക്ക് മനസ്സിലാവുള്ളൂ. അതാണ് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം അവരെന്ത് ചെയ്യും, അവർ മറ്റ് രാജ്യങ്ങളിൽ സമാന സാഹചര്യത്തിലുള്ള രാജ്യങ്ങളിലെ ഡെവലപ്മെൻറ്റും ടെക്നോളജിക്കൽ കുതിപ്പുമൊക്കെ നോക്കിയിട്ട് ഇന്ത്യയിലെ യുവാക്കളിൽ ഒക്കെ വേണ്ടിയിട്ട് നമ്മളെ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു, അവരുടെ പരീക്ഷകൾ എങ്ങനെ നല്ല രീതിയിൽ നടപ്പാക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് തൊഴിലവസരങ്ങളുണ്ടോ എന്നൊക്കെ മോദി ഗവൺമെൻറ് ഫെയിലുവേഴ്സ് മാത്രമേ അവർ ചെക്ക് ചെയ്യുള്ളൂ. അല്ലാതെ മോദി ഗവൺമെൻറ്റിന് മുമ്പ് ഇരുന്ന മൻമോഹൻ സിംഗിൻ്റെ ഫെയിലുവേഴ്സുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്ത് നോക്കാൻ അവർ കമ്പയർ ചെയ്ത് നോക്കത്തില്ല. കാരണം അവർ ആ കാലഘട്ടത്തിൽ ജീവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി വരും വർഷങ്ങളിൽ BJPയുടെ നേതൃത്വത്തിലുള്ള NDA ഗവൺമെൻറ്റും അതിൻ്റെ പിന്നീട് ഏറ്റവും അനിഷേധ്യനായ നേതാവുമായിട്ടുള്ള നരേന്ദ്രമോദി, അദ്ദേഹത്തിൻ്റെ വലം കൈയായ അമിത്ഷാ, ഇവരൊക്കെ വളരെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ഈ ജൻസികൾ മോദിയെയും ഭരണത്തിൽ നിന്ന് ഇറക്കി വിടുന്നതിന് വേണ്ടിയിട്ട്
അവർക്കെതിരെ വോട്ട് ചെയ്തുകൂടാന്നില്ല. അതിനുള്ള സാധ്യത കറക്ഷൻ ചെയ്താൽ മതി. ഇത് യഥാർത്ഥത്തിൽ അവർക്ക് ഒരു റിയലൈസേഷൻ ആയിരുന്നു. കാര്യം അവർ ചെയ്യുന്ന എല്ലാം ശരിയാണെന്നും അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇന്ത്യ ജനത അംഗീകരിക്കുമെന്നും ഒക്കെ ഒരു എന്താ പറയുന്ന ഒരു ധാർഷ്ട്യം എന്ന് ഞാൻ ഉപയോഗിക്കുന്നില്ല. അവർക്ക് അങ്ങനെ ഒരു വലിയ ധാരണ ഉണ്ടായിരുന്നു. ആ ധാരണ മാറ്റിക്കൊടുത്ത ഒരു പ്രക്ഷോഭമാണ് ഇപ്പം നടന്നത്. ഒരു കോഴ്സ് കറക്ഷൻ വരുത്തണം, അതിനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നന്ദൻ നിലേക്കനി, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ടെക്നോക്രാറ്റുകളിൽ ഒരാളായ നമ്മളുടെ ആധാർ കാർഡിൻ്റെ പിന്നീട് ഫാദർ അല്ലെങ്കിൽ ചീഫ് ആർക്കിടെക്ട് എന്നറിയപ്പെടുന്ന ആധാർ കാർഡ് ഡിസൈൻ ചെയ്ത, അതുപോലെ നമ്മളുടെ ഇൻഫോസിസിൻ്റെ സ്ഥാപകരിൽ ഒരാളായ നന്ദൻ നിലേക്കനിയുടെ നേതൃത്വത്തിൽ നമ്മളെ മലയാളിയായ ASIRയുടെ പഴയ ചെയർമാൻ സോമനാഥ് സാറിന്റെ നേതൃത്വത്തിൽ, അങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് പേര് പറയാറുണ്ട്, ഇവരെയൊക്കെ നേതൃത്വത്തിൽ പരീക്ഷകൾ കുറ്റമറ്റതാക്കാനുള്ള ഒരു സമിതി അവർ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞു. അവരുടെ റെക്കമെൻഡേഷൻസ് ഉടനെ വരെ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാവും. അതുപോലെ തന്നെ പിന്നീട് ഈ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെ ലീക്ക് ചെയ്യുന്നതിന് വലിയ പണിഷ്മെന്റ് കൊടുക്കുന്ന ഒരു ബില്ല് പാർലമെന്റിൽ ഇപ്പോൾ പാസ്സാവുമ്പോഴാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത് മാത്രം കൊണ്ട് കാര്യമില്ല. യുവത്വത്തിനെ ബാധിക്കുന്ന സകല വിഷയങ്ങളിലും വളരെ ശക്തമായിട്ടുള്ള ഇടപെടൽ നടത്തി മുമ്പോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ BJP ഗവൺമെന്റിനും വലിയ വെല്ലുവിളികൾ ഭാവിയിൽ നേരിടേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.